വയനാടൻ മണ്ണിന്റെ സ്നേഹവും തണുപ്പും അറിഞ്ഞ് ജീവിച്ച വ്യക്തിയാണ് ചൂരൽമല സ്വദേശി ഹസൈനാർ. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചുകൊണ്ട് പക്ഷാഘാതം വരികയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഞായറാഴ്ച രാവിലെ ഞാൻ സുബസ്കരിച്ചിട്ട് എടുത്ത് ചായറ്റ് ഭാര്യ വന്നതാണ്. ഭാര്യ വന്നപ്പോൾ ഞാൻ കുഴഞ്ഞ് വീണ് എന്നെ കുമ്പിട്ട് വെക്കുന്ന കാണുന്നു. ഇതൊന്നും അറിയില്ല. പിന്നെ അപ്പം തന്നെ വണ്ടി വിളിച്ച് ഭാര്യ ആശുപത്രിയിൽ എത്തിച്ച്. പിന്നെ ഒന്നും അറിയാം. ഉടൻ തന്നെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക്. അവിടുത്തെ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം ആദ്യത്തെ 2 ദിവസങ്ങൾ ഐസിയുവിന്റെ നിശബ്ദതയിൽ കടന്നുപോയി. പിന്നെ അതിന് 2 ആഴ്ച കഴിഞ്ഞിട്ട് അറിയില്ല എന്താണ് സംഭവിച്ചത്. ഞാൻ വാർഡ് പോയിട്ട് ഇരിക്കുമ്പോൾ അറിയില്ല ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 2 ദിവസത്തെ വാർഡുവാസം. അപകടഘട്ടം കഴിഞ്ഞെങ്കിലും പക്ഷാഘാതം ശരീരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വലുതായിരുന്നു. നിൽക്കുന്നതിനും നടക്കുന്നതിനും സംസാരിക്കുന്നതിനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. എന്നിട്ടും ഇതായി അപ്പോൾ ഒരു കാര്യം വയസ്സവാൻ കുഴഞ്ഞിട്ട് വലിയ നിലയില്ല ആ അവസ്ഥയിലേക്ക്. പിന്നെ അതിൽ അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇപ്പോൾ പുതിയ പനിയുടെ എത്തി. ഇവിടെയാണ് ആ വഴിത്തിരിവ്. അദ്ദേഹത്തെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലേക്ക് മാറ്റി. അതൊരു ചികിത്സാ കേന്ദ്രം മാത്രമായിരുന്നില്ല, തളർന്നുപോയ ശരീരത്തിന് വീണ്ടും ശക്തി പകരുന്ന ഒരിടമായിരുന്നു. നൂതന ചികിത്സാ സാങ്കേതിക വിദ്യകളും അതോടൊപ്പം ഓരോ രോഗിക്കും നൽകുന്ന വ്യക്തിഗത ശ്രദ്ധയും അവർ ഉറപ്പുവരുത്തി. ദിവസങ്ങൾ ആഴ്ചകളായി. ഓരോ തെറാപ്പിയും അദ്ദേഹത്തിന് പുതിയ ഊർജം നൽകി. ശരീരത്തിൻ്റെ കരുത്ത് വീണ്ടെടുക്കുവാനുള്ള പോരാട്ടം ഓരോ ചുവടും വിജയത്തിലേക്ക് വെക്കുന്നതിൻ്റെ ആത്മവിശ്വാസം. അങ്ങനെ ഡോക്ടർമാരുടെയും മുഴുവൻ ചികിത്സാ ടീമിൻ്റെയും നിസ്സീമമായ പിന്തുണയോടെ ഇന്ന് ഹസൈനാർ ശക്തമായി തിരിച്ചു നടക്കുകയാണ്. പൂർണ്ണ ആരോഗ്യത്തോടെ സ്വന്തം കാലിൽ പക്ഷാഘാതത്തെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു നടത്തം.